കാത് തന്നത്, അവനാണ് നിങ്ങൾക്ക് ഹൃദയം തന്നത്. എന്തിന് പാട്ട് കേൾക്കാനോ, സിനിമ കാണാനോ, പെണ്ണിനെ കുറിച്ച് ചിന്തിക്കാനോ? ലഅല്ലകും തശ്കുറൂൻ. അല്ലാഹുവിനെ നന്ദിയുള്ളവരായി കാണണം. അവന്റെ മുന്നിൽ നമ്മൾ ശിരസ്കരാകണം. അവന് വേണ്ടി സുജൂദ് ചെയ്യണം. അവന്റെ മുന്നിൽ കൈകെട്ടി നിന്നുകൊണ്ട് പ്രതിജ്ഞയെടുക്കണം. ഹറാമുകൾ ഒഴിവാക്കണമേ, ഹറാമുകളെ കാണരുത്, ഹറാമുകളെ കേൾക്കരുത്, ഹറാമുകളെ ചിന്തിക്കരുത്, ഹറാമുകളെ പിടിക്കരുത്, ഹറാമുകളെ തുടരുത്. ഇതിനു വേണ്ടിയാണ് സഹോദരാ സഹോദരി നിനക്ക് നാം കണ്ണ് തന്നത്. കണ്ണ് തന്നത് അതിനാണ്. നിങ്ങൾ ഈ കണ്ണുകൊണ്ട് അള്ളാഹ്ക്ക് ഇഷ്ടപ്പെടാത്തതൊക്കെ അല്ലേ കാണുന്നത്? വിടുവോ? പടച്ചവൻ ചോദിക്കാണ്, എന്റെ ഉമ്മാന്റെ ഗർഭാശയത്തിൽ നിന്ന് പുറത്തേക്ക് വന്നപ്പോ നിനക്കൊന്നും അറിയാം, എന്താ സിനിമ നിനക്കറിയില്ല, പക്ഷെ നിനക്ക് കുറച്ച് നല്ല പക്വതയെത്തി, പാകതയെത്തി, നിനക്ക് നല്ല കുറച്ച് കഴിവായി, കുറച്ച് സൗന്ദര്യമൊക്കെ തന്നു, നിനക്ക് ഇച്ചിരിയൊക്കെ വിവരവും ബോധമൊക്കെ എത്തിയപ്പോ, നിനക്ക് കാണാനുള്ള ഒരു ത്രാണി കിട്ടിയപ്പോ, മനസ്സിലാക്കാനും തിരിച്ചറിയാനും കഴിവ് കിട്ടിയപ്പോ നീ അള്ളാഹ് ഇഷ്ടപ്പെടാത്തത് കാണാൻ തുടങ്ങിയില്ലേ? ഇഷ്ടപ്പെടാത്തത് കാണാൻ തുടങ്ങിയില്ലേ? അതിനാണോ ഞാൻ ഈ കണ്ണ് തന്നത്? അല്ല. ചിന്തിക്കും. ലഅല്ലകും തശ്കുറൂൻ. അവനെ നന്ദിയോടെ കാണുന്നതിന് വേണ്ടിയാണ്. അള്ളാഹു നമുക്ക് ശരീരം നൽകിയത് അതിനാണ്, കണ്ണ് തന്നത് അതിനാണ്, കാത് തന്നത് അതിനാണ്, നാവ് തന്നത് അതിനാണ്, ഹൃദയം തന്നത് അതിന് തന്നെ. അത് വേണ്ടവണ്ണം ചെലവ് ചെയ്യണം. അള്ളാഹ്ക്ക് ഇഷ്ടമുള്ളതുപോലെ വേണം ചെലവ് ചെയ്യാൻ. അതുകൊണ്ട് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറയുകയാണ്, കണ്ണും കാതും ഹൃദയവും നിങ്ങൾക്ക് നാം നൽകിയത് എന്തിനാണ്? ലഅല്ലകും തശ്കുറൂൻ. നിങ്ങൾ നന്ദിയോടെ അല്ലാഹുവിനെ തിരിച്ചറിയാൻ, മനസ്സിലാക്കാൻ. അതുകൊണ്ട് മനുഷ്യൻ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഈ അവയവങ്ങളെല്ലാം കൊടുത്തിട്ട് റബ്ബ് പറഞ്ഞു, രണ്ട് മാർഗവും അല്ലാഹു കാണിച്ചു കൊടുത്തു. ഇന്നാ ഹദൈനാഹു സബീൽ شاكرا وإما كفورا. ഈ കണ്ണും മൂക്കും മൊഞ്ചും ചുണ്ടും കാതുകളും ശരീര അവയവങ്ങളുമുള്ള ഈ രക്തത്തുളുപ്പുള്ള ഈ സൗന്ദര്യത്തിന്റെ നിറകുടമായ ഈ ആകാര സൗഷ്ഠവമുള്ള ഈ അങ്കലാവണ്യമുള്ള ഈ മനുഷ്യവർഗത്തിന് നാം രണ്ട് വഴി കാട്ടിക്കൊടുത്തു. ഇന്നാ ഹദൈനാഹു സബീൽ ഇമ്മാ ശാകിറാ. സന്മാർഗത്തിന്റെ വഴികളും നാം കാട്ടിക്കൊടുത്തു. ആ സന്മാർഗത്തിന്റെ വഴികളെ സ്വീകരിച്ചവർ നന്ദിയുള്ളവരായി. ഇന്നാ ഹദൈനാഹു സബീല ഇമ്മാ ശാകിറാ വ ഇമ്മാ കഫൂറാ. നന്ദിയുള്ളവർ സന്മാർഗ സച്ചരിതരാണ്, സന്മാർഗത്തിന്റെ വഴികളെ അനുധാവനം ചെയ്യുന്നവരാണ്. അവർക്ക് ദുനിയാവിലും ആഖിറത്തിലും ഗുണമുള്ളവരാണ്. അവർക്ക് അല്ലാഹുവിന്റെ അടുക്കൽ ഉന്നതമായ സ്ഥാനമുണ്ടെങ്കിൽ മറ്റൊരു വർഗത്തെ കുറിച്ച് പഠിച്ച തമ്പുരാൻ പരിചയപ്പെടുത്തുകയാണ്. വഇമ്മാ കഫൂറാ. അല്ലാഹു ദുനിയാവിൽ എല്ലാ സൗകര്യങ്ങളും സമ്പത്തും ആരോഗ്യവും കഴിവും ഒക്കെ നൽകിയിട്ട് പടച്ച തമ്പുരാനെ മതിമറന്ന് ജീവിക്കുന്ന ഒരു വർഗത്തെ പടച്ചവൻ പറയുകയാണ്, അവർ നന്ദി കെട്ടവരത്രേ, അവർ വൃത്തികെട്ടവരത്രേ. ആ നന്ദി കെട്ട വർഗത്തെ കുറിച്ച് പടച്ച തമ്പുരാൻ പറയുന്നു, ഇന്നാ അഅ്തദ്നാ ലിൽ കാഫിരീന സലാസില വഅഗ്ലാലൻ വസഈറാ. ഓർത്തുകൊള്ളുക സഹോദര, പടച്ച തമ്പുരാൻ മനുഷ്യവർഗമേ നിനക്ക് ഈ ഭൂമിയിൽ തുച്ഛമായ ക്ഷണികമായ സമയമാണ് ജീവിക്കാൻ അനുവദിച്ചതെങ്കിൽ ആ ക്ഷണികമായ സമയത്ത് നിനക്ക് ജീവിക്കാനുള്ള മാർഗരേഖയും റബ്ബ് നിന്റെ മുന്നിൽ വരച്ചു കാണിച്ചു തന്നു. ആ മാപ്പ് നിനക്ക് വരച്ചു കാട്ടി തന്നു. ആ വഴിയിലല്ലാതെ കണ്ട് അല്ലാഹുവിന് ഇഷ്ടപ്പെടാത്ത വഴിയെ നീ തെരഞ്ഞെടുത്താൽ ഇന്നാ അഅ്തദ്നാ ലിൽ കാഫിരീൻ. വൃത്തികെട്ട വർഗമേ, നന്ദികെട്ട വർഗമേ, പടച്ച തമ്പുരാന് ധിക്കാരത്തോടുകൂടി അല്ലാഹുവിന്റെ വിധി വിലക്കുകളെ മാനിക്കാതെ അതെല്ലാം പുറങ്കാലുകൊണ്ട് വലിച്ചെറിഞ്ഞ് ജീവിക്കുന്ന മനുഷ്യവർഗമേ, നിങ്ങളെ നാം കയ്യാമം വെച്ചുകൊണ്ട് നരകത്തിന്റെ അഗ്നികുണ്ഡാരത്തിലേക്ക് വലിച്ചു തെളിച്ചു കൊണ്ടുവരുമത്രേ. ഇന്നാ അഅ്തദ്നാ ലിൽ കാഫിരീൻ സലാസില വഅഗ്ലാലൻ വസഈറാ.
കയ്യാമം വെച്ച് വിലങ്ങ് വെച്ച് അവന്റെ ശരീരമാസകലം നരകത്തിന്റെ ചങ്ങല കൊണ്ട് അവനെ കെട്ടിപ്പിടിച്ച് കെട്ടിപ്പുതഞ്ഞുകൊണ്ട് അവനെ അല്ലാഹുവിന്റെ ദർബാറിലേക്ക് കൊണ്ടുവന്ന് റിമാൻഡ് ചെയ്ത് നരകത്തിലേക്ക് വലിച്ചെറിയുമത്രേ. ആരെ ദുനിയാവിൽ നന്ദികെട്ട ജീവിതം നയിക്കുന്നവനെ അള്ളാഹു സമ്പത്ത് കൊടുത്തു, റബ്ബേ ഇത് നിനക്ക് വേണ്ടി ഞാൻ തരാം. അള്ളാഹു കഴിവ് കൊടുത്തു, റബ്ബേ നിനക്ക് വേണ്ടി ഞാൻ സുജൂദ് ചെയ്യാം. പക്ഷേ അള്ളാഹുവിന്റെ മുന്നിൽ ഈ നിഅമത്ത് കിട്ടിയിട്ട് അഹങ്കരിച്ച് കഴിയുന്നവരെ ചങ്ങലക്കിട്ട് വിലങ്ങ് വെച്ച് കയ്യാമം വെച്ച് നരകത്തിലേക്ക് വലിച്ചിഴച്ചു കൊണ്ടുവരികയാണ്. അവനെ പിടിക്കടോ. മലക്കുകളോട് അല്ലാഹുവിന്റെ പ്രഖ്യാപനമാണ്, അവനെ പിടിക്കണം, അവനെ അറസ്റ്റ് ചെയ്യണം, അവനെ വലിച്ചിഴച്ച് നരകത്തിലേക്ക് കൊണ്ടുവന്നിടണം. ദുനിയാവിൽ അവന് നാം നൽകിയ ആരോഗ്യം ദുനിയാവിന് വേണ്ടി ചെലവ് ചെയ്തവനാണ്, അവന് ആഖിറത്തിൽ രക്ഷയില്ല. അവൻ വിലപിക്കുകയാണ്. അല്ലാഹുവിന്റെ അടുക്കൽ വലിച്ചു കെട്ടി ദുനിയാവിൽ ശരീരം, ആരോഗ്യം, സമ്പത്ത്, സൗന്ദര്യം ഒക്കെ കൊടുത്തവൻ അടിച്ചു പൊളിച്ചു ജീവിച്ചു, മരിച്ചു, അള്ളാന്റെ അടുക്കൽ പോയി. റബ്ബിന്റെ അടുക്കൽ ചെന്നെത്തിയപ്പോ എന്താ സംഭവിക്കുന്നതെന്നറിയുമോ? കുല്ലമാ ഉൽഖിയ ഫീഹാ ഫൗജുൻ സാലഹാ ഖസനതുഹാ നദീർ. ഈ ചങ്ങലക്കെട്ടി വലിച്ചിഴച്ച് നരക കൊണ്ടാരത്തിലേക്ക് ഈ നന്ദികെട്ട വർഗത്തെ കൊണ്ടിടുമ്പോ അവന്റെ വിലാപം കേട്ടുകൊണ്ട് അവനോട് മാലാഖ ചോദിക്കുമത്രേ, സഅലഹാ ഖസനതുഹാ നദീർ.